എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി. ചലഞ്ചർ ആപ്പിന്റെ മറ്റൊരു പുതിയ യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് 20ഓളം ചോദ്യങ്ങളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അതായത് 10th പ്രിലിംസിന് പ്രീവിയസ് ഇയറിൽ, അതായത് 2025 ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ ആവർത്തിച്ച് ചോദിച്ചതുമായിട്ടുള്ള കുറേയധികം ചോദ്യങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ടത് എന്ന് തോന്നിയ കുറേ ചോദ്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഓരോ ചോദ്യവും ഞാൻ വായിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ അതിന്റെ ആൻസറിലേക്ക് എത്തിയിട്ട് ആൻസർ കിട്ടുവാണെങ്കിൽ അതിന്റെ ലാസ്റ്റ്, അതായത് നമ്മുടെ ക്ലാസ് എൻഡ് ചെയ്യുന്ന സമയത്ത് എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ ചോദ്യങ്ങൾ വായിച്ച് അതിന്റെ ആൻസർ പറഞ്ഞ് അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു പോവാം. പെട്ടെന്ന് പറഞ്ഞു പോവാം കേട്ടോ. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അനിമോമീറ്റർ, തെർമോമീറ്റർ, മെർക്കുറി ബാരോമീറ്റർ, വിൻഡ് വെയിൻ. അപ്പൊ ഞാൻ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് മെർക്കുറി ബാരോമീറ്റർ ആണ്, അല്ലെ? മെർക്കുറി ബാരോമീറ്റർ ആണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് മെർക്കുറി ബാരോമീറ്റർ ആണ്. ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി ആണ് കേട്ടോ. ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി ആണ് മെർക്കുറി ബാരോമീറ്റർ കണ്ടെത്തുന്നത്. അപ്പം ഈ അനിമോമീറ്റർ എന്തിനു വേണ്ടിയിട്ടുള്ള ഉപകരണമാണ്? കാറ്റിന്റെ വേഗത അളക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെ? കാറ്റിന്റെ വേഗത അളക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വേഗത അളക്കുന്നതിന് വേണ്ടിയിട്ട്. തെർമോമീറ്ററോ താപനില അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണമാണ്, അല്ലെ? താപനില അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണം. അപ്പൊ വിൻഡ് വെയിനോ, ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, വിൻഡ് വെയിൻ കാറ്റിന്റെ ദിശ അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. കാറ്റിന്റെ ദിശ അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് വിൻഡ് വെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ് എന്നുള്ളതാണ്. നമുക്കറിയാം നീണ്ടകരയാണ് എന്നറിയാം. കൊല്ലത്ത് നീണ്ടകരയാണ് ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം. കൊല്ലത്ത് ശക്തികുളങ്ങര, നീണ്ടകര എന്നിങ്ങനെ രണ്ട് മത്സ്യബന്ധന തുറമുഖങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര. ഇനി കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം. എവിടെയാണ്? കാസർഗോഡാണ്, അല്ലെ? കാസർഗോഡ്. അതുപോലെ തന്നെ മഞ്ചേശ്വരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏറ്റവും ചെറിയ നദിയാണ് കേട്ടോ. ഏറ്റവും ചെറിയ നദിയാണ്. ചെറിയ നദി എത്ര കിലോമീറ്റർ ആണ് ദൈർഘ്യമുള്ളത്? 16 കിലോമീറ്റർ മാത്രമാണ് ദൈർഘ്യമുള്ളത് കേട്ടോ. 16 കിലോമീറ്റർ. അപ്പൊ മഞ്ചേശ്വരത്തിന്റെ പ്രത്യേകതയാണത്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും ചെറിയ നദിയായിട്ടുള്ള 16 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള മഞ്ചേശ്വരം കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദിയാണ്. ഇനി അടുത്ത ചോദ്യം, ലോക ഭൗമ ദിനം ആഘോഷിക്കുന്നത് എന്നാണ് എന്നുള്ളതാണ് കേട്ടോ. ലോക ഭൗമ ദിനം ജൂൺ 5 എന്താണ് എന്ന് നമുക്കറിയാം, അല്ലെ? പരിസ്ഥിതി ദിനമാണ് ജൂൺ 5. ഡിസംബർ 11 എന്താണ്? അന്താരാഷ്ട്ര പർവ്വത ദിനമാണ് കേട്ടോ. അന്താരാഷ്ട്ര പർവ്വത ദിനമാണ് ഡിസംബർ 11. മാർച്ച് 22 ജലദിനമാണ്. മാർച്ച് 22 ജലദിനം. അപ്പോൾ ഏപ്രിൽ 22 എന്ത്? ലോക ഭൗമ ദിനം. എന്തിനു വേണ്ടിയിട്ടാണ്? ഭൂമിയുടെ സംരക്ഷണം, അതുപോലെ തന്നെ പാരിസ്ഥിതികമായിട്ടുള്ള അവബോധം ജനങ്ങളിലേക്ക് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഏപ്രിൽ 22 ലോക ഭൗമ ദിനം ആഘോഷിക്കുന്നത്. അപ്പൊ ഡിസംബർ 11 എന്താണ്? പർവ്വത ദിനമാണ്. മാർച്ച് 22 ജലദിനമാണ്. ഇനി അടുത്തത്, ഇതെല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ചിങ്ങം 1 അല്ലെ? കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ചിങ്ങം 1. ഇനി അടുത്തത്, കായംകുളത്ത് താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത് എന്നുള്ളതാണ് കേട്ടോ. ഓപ്ഷൻ ബി, നാഫ്തയാണ് ഉപയോഗിക്കുന്നത്. അപ്പം കായംകുളത്ത് താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത. കിട്ടിയില്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാൻ ശ്രദ്ധിക്കാം. ദേശീയ ജലപാത 3 ആകെ ദൈർഘ്യം എത്രയാണ് എന്നുള്ളതാണ് കേട്ടോ. ഓപ്ഷനിൽ തന്നിരിക്കുന്നത് വെച്ചിട്ട് 205 ആണ്. ഇത് കൊല്ലം ടു കോട്ടപ്പുറം വരെയുള്ള കണക്കാണ്. ഇപ്പോൾ എങ്ങനെയാണ്? അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ജലപാത ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അത് ദേശീയ ജലപാത 3 ആണ്. എന്നാൽ ഇപ്പോൾ അത് കൊല്ലം ടു കോഴിക്കോടാണ് കേട്ടോ. കൊല്ലം ടു കോട്ടപ്പുറം അല്ല, കൊല്ലം ടു കോഴിക്കോടാണ്. ദൈർഘ്യം എത്രയാണ്? ദൈർഘ്യം 365 കിലോമീറ്റർ ആണ് കേട്ടോ. 365 കിലോമീറ്റർ ആണ്. നേരത്തെ കൊല്ലം ടു കോട്ടപ്പുറം 205 ആയിരുന്നു. ഇപ്പോൾ അത് എത്രയാണ്? 365 ആണ്.
ഇനി അടുത്ത ചോദ്യം, കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 3 അല്ലേ? കബനി, ഭവാനി, പാമ്പാറ്. നമുക്കറിയാം കബനി, ഭവാനി, പാമ്പാറ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി കല്ലടയാണ് അല്ലെ? ഓപ്ഷൻ ഡി കല്ലടയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ജലവൈദ്യുത പദ്ധതി അത് ഇടുക്കിയാണ് അല്ലെ? ഇടുക്കിയാണ്. ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. ഇനി അടുത്ത ചോദ്യം, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് എന്ന് നമുക്കറിയാം അല്ലേ? സൈലന്റ് വാലി ഏത് താലൂക്കാണ്? മണ്ണാർക്കാട് താലൂക്കാണ് അല്ലെ? മണ്ണാർക്കാട് താലൂക്ക്. മണ്ണാർക്കാട് താലൂക്കാണ്. അതുപോലെ തന്നെ അവിടെ സംരക്ഷിക്കുന്ന മൃഗം ഏതാണ്? സിംഹവാലൻ, കുരങ്ങാണ്. അതുപോലെ തന്നെ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അത് പുഴ ഏതാണ്? കുന്തിപ്പുഴയും. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? അത് തൂതപ്പുഴയുമാണ് അല്ലെ? തൂതപ്പുഴയും കുന്തിപ്പുഴയും. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയും ഉദ്ഭവിക്കുന്ന നദി തൂതപ്പുഴയുമാണ് കേട്ടോ, തൂതപ്പുഴ. ഇനി അടുത്തത്, താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന്റെ ഉദാഹരണം ഏത് എന്നുള്ളതാണ് കേട്ടോ. പെരിയാറാണ് അല്ലെ? പെരിയാറാണ്. താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത്? പെരിയാറ്. ഇനി അടുത്ത ചോദ്യം, കേരളത്തിൽ സ്ഫടികമാണ് കേട്ടോ. സ്ഫടികമണലാൽ സമ്പന്നമായിട്ടുള്ള കേരളത്തിലെ സ്ഫടികമണലാൽ സമ്പന്നമായിട്ടുള്ള ജില്ല ആലപ്പുഴയാണ് കേട്ടോ. ആലപ്പുഴ. കേരളത്തിലെ സ്ഫടികമണലാൽ സമ്പന്നമായിട്ടുള്ള ജില്ല ആലപ്പുഴ. അതുപോലെ തന്നെ പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പൂക്കോട് ലേക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂക്കോട് ലേക്ക് സ്ഥിതി ചെയ്യുന്നത് വയനാടാണ്. പൂക്കോട് ലേക്ക് സ്ഥിതി ചെയ്യുന്നത് വയനാട്. ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് എന്നുള്ളതാണ്. നമ്മൾ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്. 16 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദിയാണ്. അതുപോലെ തന്നെ എന്താണ്, ഏറ്റവും ചെറിയ നദിയാണ്. 16 കിലോമീറ്റർ മാത്രമാണ് ദൈർഘ്യമുള്ളത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോ മഞ്ചേശ്വരം പുഴ. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക, കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏതാണ്? കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല അത് പാലക്കാടാണ് കേട്ടോ. പാലക്കാടാണ്. കറുത്ത മണ്ണ് ധാരാളമായിട്ട് കാണപ്പെടുന്ന ജില്ല പാലക്കാടാണ്. അവിടുത്തെ വിള എന്താണ്? അവിടെ കൃഷി ചെയ്യുന്നത് എന്താണ്? പരുത്തിയാണ്. പരുത്തി. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് ഇത് കൃഷി ചെയ്യുന്നത് കേട്ടോ. ചിറ്റൂർ. അപ്പം കേരളത്തിൽ കറുത്ത മണ്ണ് കറുത്ത മണ്ണിനും കൂടുതലായിട്ട് കാണപ്പെടുന്ന ജില്ല പാലക്കാട്. എവിടെയാണ്? ചിറ്റൂരാണ്. ഇത് എന്താണ് അവിടുത്തെ വിള? എന്താണ് അവിടെ കൃഷി ചെയ്യുന്നത്? പരുത്തി. ഇനി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഞാൻ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ് അല്ലെ? ആനമുടി. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടിയാണ് അല്ലെ? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടിയാണ്. ഇനി അടുത്ത ചോദ്യം, തണ്ണീർമുക്കം മണ്ഡ് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം ഇതിന്റെ ഉത്തരം എന്താണെന്ന്. ഇപ്പൊ തണ്ണീർമുക്കം മണ്ഡ് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് അവസാനം വരെ കാണുന്നവർ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ ചോദ്യങ്ങൾ എന്നുള്ളൊരു ആശയവുമായിട്ടാണ് എത്തിയത്. അതിനു വേണ്ടിയിട്ടാണ് ധാരാളം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളായിരുന്നു. 20 ചോദ്യമാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം എത്ര മാർക്കാണ് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റിയത്? 20-ൽ എത്ര മാർക്കാണ് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പം ഏതെങ്കിലും തരത്തിലുള്ള സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പം പ്രധാനമായിട്ടും എത്ര മാർക്കാണ് കിട്ടിയത്, അതുപോലെ തന്നെ ഈ ലാസ്റ്റ് വന്ന ചോദ്യത്തിന്റെ ആൻസർ എന്താണെന്നും കൂടെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.